ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ജർമ്മനിയിൽ നല്ല പാടാണ് ഒരു ജോലി കിട്ടാനായിട്ട്. അത് ഓഫീസ് ജോബ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ഫീൽഡ് ആണെങ്കിലും നല്ല പാടാണ്. എനിക്ക് ഇത് 100% വർക്കായ ഒരു കാര്യമാണ്. ഞാൻ അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു റിപ്ലൈ വന്നിരുന്നു, ട്രയലിന് വിളിച്ചായിരുന്നു. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ട്, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, ഇതൊന്നും എനിക്കറിയില്ല, അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എങ്ങനെ നമുക്ക് ജർമ്മനിയിൽ ഈസി ആയിട്ട് പാർട്ട് ടൈമും ഫുൾ ടൈം ജോലി കണ്ടുപിടിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞാൻ ഒട്ടും ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ജർമ്മനിയിൽ നല്ല പാടാണ് ഒരു ജോലി കിട്ടാനായിട്ട്. അത് ഓഫീസ് ജോബ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ഫീൽഡ് ആണെങ്കിലും നല്ല പാടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഡെയിലി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ജോലി ഉണ്ടോ, എന്താ ചെയ്യേണ്ട ജോലി കിട്ടാനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ജർമ്മനിയിൽ ജോലി കിട്ടാനെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ അതിനകത്ത് വന്ന ഒരുപാട് കമൻസ് ആണ്, ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്, ഈ ജോലി കിട്ടാനായിട്ട് എന്താ ചെയ്യണ്ടേ. ജോലി കിട്ടാനായിട്ട് ഒന്നാമത് നല്ല ക്ഷമ വേണം, രണ്ടാമത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. എനിക്ക് എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ജോലി കിട്ടിയത്, ഞാൻ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്തതെന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണേ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 100% ജോലി കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജർമ്മനിയിലോട്ട് ഇനി വരാൻ പ്ലാൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഇപ്പം പുതിയതായിട്ട് വന്നവർ, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഇപ്പോൾ ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ജർമ്മനിയിൽ വന്ന് ആദ്യം ജോലി അന്വേഷിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന കുറച്ച് ഷോപ്പിൻ്റെ ഇമെയിൽ ഐ ഡി തപ്പി പിടിച്ചിട്ട് ഞാൻ അവർക്ക് മെയിൽ അയക്കും. എന്നിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അടുത്തുള്ള എല്ലാ ഷോപ്പിലും കയറി ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ കിട്ടാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ശരിക്കും ഇറങ്ങി തപ്പണം, ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ജർമ്മനിയിൽ സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ വർക്കേഴ്സിന് ആവശ്യം വരുന്നത്. ജോലി കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടൈമും സമ്മർ സീസണാണ്. അപ്പം ഞാൻ ചെയ്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ 100% വർക്ക് ആയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഇത് വർക്കായ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് സജസ്റ്റ് ചെയ്തപ്പോൾ അവർക്കും ഇത് വർക്കായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇനി വർക്കായില്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുക, ജോലി എന്തായാലും കിട്ടും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല ക്ഷമ വേണം. അപ്പോൾ ആദ്യം ഒരു ബുക്കും പേന എടുക്കുക, എന്നിട്ട് ഏതൊക്കെ തരം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജർമ്മനിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെർലിനിൽ ഏതൊക്കെ തരം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. നേരെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് ഏതൊക്കെ തരം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ബെർലിനിലാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇറ്റാലിയൻ, ജാപ്പനീസ്, തായ്, ചൈനീസ്, കൊറിയൻ, ഇന്ത്യൻ, മെക്സിക്കൻ, ഗ്രീക്ക്, ആഫ്രിക്കൻ, ഇങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ബെർലിനിൽ എത്ര ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ പേര് കിട്ടും. ആ പേരുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ബുക്കിനകത്തുനിന്ന് നോട്ട് ചെയ്യുക. അതിനോടൊപ്പം ആ റെസ്റ്റോറൻറ്റ് ഓരോ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്യുക. ചിലതിലൊക്കെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാകും, ചിലതിൽ ഡയറക്റ്റ് തന്നെ ജോലി അപ്ലൈ ചെയ്യാനുള്ള ഫോമുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു ദിവസം മാക്സിമം ഒരു 20 ജോലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് ഒരു മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ജർമ്മനിയിൽ എവിടെയാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെർലിനിൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ പാർട്ട് ടൈം ആണോ ഫുൾ ടൈമിനാണോ അപ്ലൈ ചെയ്യണം, അതും മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്നാണ് ജോലിക്ക് കയറാൻ പറ്റുക, ഞാൻ പറയുകയാണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് തന്നെ കൊടുക്കുക. അതുപോലെ നല്ലൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് അയക്കുക. ചില റെസ്റ്റോറൻറ്റ്സിൻ്റെ സൈറ്റിൽ കയറി കഴിയുമ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റ്സിലുള്ള പൊസിഷൻസ് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഡിഷ് വാഷർ, സർവീസ് സ്റ്റാഫ്, ബാർ സ്റ്റാഫ്, കിച്ചൺ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മൾ ചില മെയിൽസൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല, നമുക്ക് അതുകൊണ്ട് ഓട്ടോമാറ്റിക് റിപ്ലൈ ഒക്കെ വരും ഇത് അവൈലബിൾ അല്ലാന്ന്. പക്ഷേ ടെൻഷനൊന്നും അടിക്കേണ്ട, ബാക്കിയുള്ള മെയിൽ ഐ ഡിയിലോട്ടൊക്കെ നമ്മൾ മെയിൽ അയച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വർക്കാവും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇത് 100% വർക്കായ ഒരു കാര്യമാണ്. ഞാൻ അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു റിപ്ലൈ വന്നിരുന്നു, ട്രയലിന് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ട്രയൽ അറ്റൻഡ് ചെയ്ത് ഞാൻ അവിടെ ജോലിക്ക് കയറിയ ശേഷവും എനിക്ക് ഒരുപാട് മെയിൽസ് വന്നിരുന്നു, ട്രയലിന് വരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ട്രൈ ചെയ്തിരുന്ന ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷേ ഇതൊരു ഈസി ട്രിക്കും കൂടിയാണ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.